എന്തിഷ്ടമാണെനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നോ എന്തിഷ്ടമാണെനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നോ മഴ പോലെ പുഴ പോലെ വിടരുന്ന പൂ പോലെ തുളസീദളം പോലെ. വരികളിലൂടെ നമുക്ക് ആ ഡാൻസിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ തീം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തീമിലേക്ക് എത്തും. അപ്പം നമുക്ക് അത് ഗസ് ചെയ്യാൻ പറ്റും. എന്തായാലും കുഞ്ഞുങ്ങൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ടാകും. എൻ്റെ എക്സ്പ്രഷനൊക്കെ ആ പാട്ടിലൂടെ നമ്മളുടെ ആ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക് അത് ഉൾക്കൊണ്ട് അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ കൊട്ടാരക്കര യുവജനോത്സവത്തിൻ്റെ ജില്ലാ കലോത്സവത്തിൽ വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് മാറി നിന്ന് ഈ കലോത്സവം വീക്ഷിക്കുന്ന ഒരു സാറിനെ കണ്ടത്. അദ്ദേഹത്തെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഈ മ്യൂസിക്കിലൂടെ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ എല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും ഞാൻ പഠിക്കുന്ന കാലം മുതൽ തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ സമ്മാനം ഒക്കെ നേടിയിട്ടുള്ളതാണ്. അപ്പോൾ അക്കാലം മുതലേ കലോത്സവത്തിന് വരുന്നുണ്ട്. അന്ന് കുറേ മത്സരങ്ങൾ നമ്മുടെ പ്രധാനമായിട്ടും ഓർക്കസ്ട്ര എന്ന് പറയും, നമ്മുടെ വൃന്ദവാദ്യ സംഗീതം. അത് നമ്മുടെ ഇപ്പോഴത്തെ ഫ്യൂഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഇപ്പം എങ്ങനെ മനസ്സിലാവും ഇത്? ഏതാ സാറേ ഈ പരിപാടി നടക്കുന്നതൊക്കെ? നമ്മുടെ കലോത്സവം നടക്കുന്ന നമ്മൾ മീഡിയയിലൂടെ അറിയും. പിന്നെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുവാണല്ലോ. ഞാൻ ചവറ ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ, ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. HSS വിദ്യാർത്ഥികളുടെ കലോത്സവത്തിൽ അവിടെ മത്സരാർത്ഥികളുണ്ടായിരുന്നു. അവരോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. ഇന്ന് അവരുടെ ഇന്നൊരു ചെറിയ ഗിറ്റാറിന്റെ മത്സരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഞാൻ പഠിക്കുന്ന കാലം മുതൽ തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ സമ്മാനം ഒക്കെ നേടിയിട്ടുള്ളതാണ്. അല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അതിന്റെ നമ്മൾ ബ്ലൈൻഡിന്റെ അതെ റെഗുലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അല്ല നോർമൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ. വിവാഹിതനാണോ? വിവാഹിതനാണ്. ഭാര്യയുടെ പേര് ജയലക്ഷ്മി. ഒരു പാട്ടുകാരിയൊക്കെയാണ്. മോനും കലാകാരനാണ്. അതിനും കഴിഞ്ഞ ദിവസങ്ങളിൽ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തു. മോൻ്റെ പേര് കൃഷ്ണപ്രസാദ് SJ. എത്ര പഠിക്കുന്നു? മോൻ 10ാം ക്ലാസ്സിലാണ്. തിരുവനന്തപുരത്ത് SMB സ്കൂളിലാണ്. SMB ഹൈസ്കൂൾ. അതെ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ അവന് പ്രധാനമായിട്ടും മിമിക്രിയാണ്. പിന്നെ മറ്റ് ഗാനങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ ഇൻസ്ട്രുമെൻസും ഒക്കെ പങ്കെടുക്കാറുണ്ട്. ഞാൻ കരുനാഗപ്പള്ളി തഴവ. ഞാൻ ബസ്സിലിങ്ങ് വരുന്നത്. നമുക്കതിനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറുതിലേ തന്നെ അതിൻ്റെ ട്രെയിനിങ്ങുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് നടക്കാനും ഒക്കെ ഉള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി വരാൻ പറ്റും. പിന്നെ കാഴ്ചയുള്ള നിങ്ങളെ പോലുള്ള ആളുകളുണ്ടല്ലോ. സ്കൂളുകാർ ഇന്ന് വന്നിട്ടില്ല, ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിപാടികളുണ്ടായിരുന്നു. ഈ പാട്ട് കേൾക്കുമ്പം സംഗീതം ആസ്വദിക്കാൻ ഉള്ളിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ആ പാട്ടിലൂടെ നമ്മളുടെ ആ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക് അത് ഉൾക്കൊണ്ട് അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. യാത്രയൊന്നും ഒരു പ്രശ്നമല്ലല്ലോ? യാത്രയൊന്നും പ്രശ്നമല്ല. നമ്മുടെ ഇല്ല പ്രശ്നമായാലും നമ്മളത് മൈൻഡ് ചെയ്തില്ല. സാറിന്റെ പേര്? എൻ്റെ സുഗുണൻ എന്നാണ്. സുഗുണൻ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ട്. ആരെങ്കിലും സുഹൃത്തുക്കളെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെയും യാത്ര ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് യാത്ര ചെയ്യാതിരിക്കത്തില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ഇളമ്പള്ളൂര് നമ്മുടെ ജില്ലാ കലോത്സവത്തിലും അതുപോലെ ഇല്ല, അങ്ങനെ പോയിട്ടില്ല. പാട്ട് പാടാറൊക്കെ ഉണ്ട്. പാട്ട് പാടാം. എന്തിഷ്ടമാണെനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നോ എന്തിഷ്ടമാണെനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നോ
മഴ പോലെ പുഴ പോലെ വിടരുന്ന പൂ പോലെ തുളസീതളം പോലെ എന്തിഷ്ടമാണെനിക്കെന്നോ കനിവുള്ളൊരമ്മയെ പോലെ ഓമന കുഞ്ഞിനെ പോലെ കനിവുള്ളൊരമ്മയെ പോലെ ഓമന കുഞ്ഞിനെ പോലെ ഇളമുളം തണ്ടിനെ പോലെ പാടുമിളമുളം തണ്ടിനെ പോലെ മലയാട് പോലെ അമ്പലം പോലെ ആമ്പൽ പൂക്കുളം പോലെ. ഓക്കെ എന്നാലും വളരെ ഒരുപാട് സന്തോഷം സന്തോഷം. സാറിനെ കണ്ടത്.